നമ്മുടെ ഹാഷിറാൻ ടീമിൻ്റെ വാഴ 2 ഇന്നലെ പോയി കണ്ടു. വീഡിയോ ചെയ്യാൻ അല്പം വൈകി, പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അടിപൊളി പടം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന പയ്യന്മാരല്ലേ, അതുകൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂർ റീൽസ് കാണാൻ വേണ്ടി ആരെങ്കിലും ടിക്കറ്റ് എടുക്കുമോ, തിയേറ്ററിൽ പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ടിക്കറ്റ് എടുക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 1-2 കമൻസ് ഒക്കെ കണ്ടു, ഇവിടെ സൂപ്പർ സ്റ്റാറുകളുടെ പടം കാണാൻ ആളില്ല, പിന്നെ ഇവൻ്റെയൊക്കെ പടം കാണാൻ ആരെങ്കിലും പോകുമോ എന്നൊക്കെ. അതൊക്കെ തോന്നലാണ്. കാരണം ഞാനിവിടെ ഒമാനിലാണുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന തിയേറ്ററാണ്. അവിടെ ജയിലർ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആണ് ഞാൻ അത്യാവശ്യം തിരക്കോട് കൂടിയിരുന്ന് പടം കണ്ടത്, ജയിലർ ഇറങ്ങിയപ്പോൾ. പിന്നെ ഗോട്ട് വന്ന സമയത്തൊന്ന് പോയിരുന്നു, പക്ഷേ ഇത്രയും ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം ഞാനൊരു 7:30 ആ ഒരു സമയത്തുള്ള ഷോയാണ് കാണാൻ പോകാറുള്ളത്. വിജയുടെ പടമായിട്ട് പോലും മാക്സിമം 20-25 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ പോയപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഈ ഇങ്ങനെ പറഞ്ഞ ആൾ എന്തുദ്ദേശത്തിലത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഭവമേ അല്ല, അത്യുഗ്രം പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. സാധാരണ ഓരോ മൂവിയിലും പഴയ കാലം കാണിക്കുമ്പോൾ നമുക്ക് അല്പം ബോറിംഗ് ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇതിലെ കാസ്റ്റിങ്ങും എല്ലാം പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ബോറായിട്ട് തോന്നിയിട്ടുമില്ല. നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളെ വെച്ച് തന്നെ ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന അഭിനയമൊന്നുമല്ല, പടത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റേതായ ഗൗരവത്തിൽ അവരെടുത്ത് അതിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി ടച്ച് ആവുന്ന, കണക്റ്റ് ആവുന്ന ഒരുപാട് സീൻസൊക്കെ ഉണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും ഒരിടത്തും കുറ്റം പറയാനായിട്ടൊന്നും ഇല്ല. ഫസ്റ്റ് പടമാണെങ്കിൽ പോലും അവർ ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് വന്ന് മുഖം കാണിച്ചിട്ട് പോയെങ്കിലും ഇത് മുഴുനീളൻ അവരുടെ പടമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. റൈറ്റർ ഹാരിസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അതിഗംഭീരമായിട്ട് തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിപിൻ ദാസ് ഡയറക്ടർ, പുള്ളിയുടെ കാര്യം എടുത്തു പറയണം. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹാഷിറാൻ ടീമിൻ്റെ മാത്രം പടമല്ല. കാരണം ഇത് നമ്മൾ ഓരോരുത്തരുടെയും പടമാണ്. നമ്മളെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീനെങ്കിലും തീർച്ചയായും ഉണ്ടാകുക. കോടിക്കണക്കിന് മിഡിൽ ക്ലാസ് ബോയ്സിൻ്റെ ജീവിതമാണ് പച്ചയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ റിയൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പടത്തിലുണ്ട്. ചേട്ടനും അനിയനും തമ്മിലുള്ള ബോണ്ട്, അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള ബോണ്ട്, ഒരുപാട് വഴക്ക്, പ്രശ്നങ്ങൾ, അടികൾ, തമ്മിലടികളെല്ലാം കുട്ടിക്കാലം മുതലുകൾ വരുന്നത്. അവസാനം അതൊക്കെ മനസ്സിലാക്കി എങ്ങനെ ആവരുതെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി ചാടുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രണയം, അതുപോലെ സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിലൂടെ മിന്നിമറിഞ്ഞ് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡ് പോലും ലാഗ് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ചിരിക്കാനുള്ള കോമഡീസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങലൊക്കെ തോന്നുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് ഒരു ക്ലൈമാക്സിലൊരു പരിപാടിയുണ്ട്. അതും കൂടെ ഒക്കെ വരുമ്പോഴേക്കും പടം മൊത്തത്തിൽ പക്ക അടിപൊളി ട്രീറ്റാണ്. കുറ്റം പറഞ്ഞ് വെറുതെ ഇരിക്കാതെ, സമയം കളയാതെ പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററിലേക്ക് പോയി കാണുക, എല്ലാവരും കാണുക. അത്രയ്ക്ക് നല്ല പടമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും മാക്സിമം ചാൻസ് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിലൂടെ. ഹാഷിറാൻ ടീംസിന് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. നമ്മൾ റീൽസിൽ കാണുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. ഈ പടത്തിൽ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആയിട്ട് തോന്നി. കാരണം ഞാൻ +1 പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ആ സമയത്ത് അച്ഛൻ മരിച്ച് കിടക്കുമ്പോൾ എല്ലാവരും എന്നെ അച്ഛൻ്റെ ബോഡി മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കാണാൻ പോകാൻ വേണ്ടി വിളിച്ചു. പക്ഷേ എനിക്കന്ന് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ഞാനന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛനെ ഇങ്ങനെ കാണണ്ട, എനിക്ക് എൻ്റെ അച്ഛനെ ഈ രീതിയിൽ കാണാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കാണണ്ട എന്ന് ഉറക്കെ വിളിച്ച് കരയായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതൊക്കെ ആയിരുന്നു. എന്നെ എന്നിട്ട് എല്ലാവരും കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയി കാണിച്ചു. ഈ പടം കണ്ടപ്പോൾ അതുപോലൊരു ഡയലോഗ്, ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്ന അതേ കാര്യങ്ങൾ ഞാൻ ഈ പടത്തിലൂടെ കണ്ടു. അത് കേട്ടപ്പോൾ അന്നത്തെ സിറ്റുവേഷൻസൊക്കെ ഓർമ്മ വന്നതുകൊണ്ടാവാം, അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പോഴും അതൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ആ വിഷമത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും എല്ലാം പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ വന്നു പോയ പോലെ. കുറച്ചധികം നാളായിരുന്നു ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നി ഇതെനിക്ക് പറ്റിയ പണിയല്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെ തോന്നിയതുകൊണ്ടായിരുന്നു ഞാനിത് നിർത്തി വെച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ എന്നോട് കുറേ പേര് ചോദിച്ചു, എന്താ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി ചെയ്യാത്ത എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ തോന്നി, നമ്മുടെ വീഡിയോസും ഇവരൊക്കെ കാണുന്നുണ്ടായിരുന്നു, ചോദിക്കാൻ ആളുണ്ട് എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നിനും തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ.